റവറൻ ജോർസി മാത്യുവിന്റെ മകൾ പറഞ്ഞത് പച്ചക്കള്ളമോ? ഒരു വൈദികനോടും കുടുംബത്തോടും മാർത്തോമാ സഭ ചെയ്തത് എന്ന തലക്കെട്ടോടെ ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. മാർത്തോമാ സഭയിലെ മുതിർന്ന വൈദികനായിരുന്ന റവറൻ ജോർസി മാത്യുവിന്റെ മകൾ റേച്ചൽ ജോർജിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു ഞങ്ങൾ ഇന്നലെ നൽകിയത്. ആ വാർത്ത നൽകുന്നതിന് മുമ്പ് മാർത്തോമാ സഭ അധികൃതരുമായി ബന്ധപ്പെടുവാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ആരും പ്രതികരിച്ചില്ല. എന്നാൽ വാർത്ത നൽകി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയിരൂർ സെഹിയോൻ പള്ളി ഇടവക സെക്രട്ടറി തോമസ് എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ വിളിക്കുന്നത് താങ്കളുടെ ഒരു വ്യൂവറാണ്. ഞാൻ താങ്കളുടെ ഒരു യൂട്യൂബിൽ ഒരു മെസ്സേജ് ഇപ്പം കണ്ടു, അയിരൂരിലെ ഒരു മാർത്തോമാ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട്. എനിക്കൊരു കാര്യം താങ്കളോട് വളരെ വിനീതമായിട്ട് ചോദിക്കാനുള്ളത്, താങ്കൾ എന്തെങ്കിലും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടാണോ ഇങ്ങനെ ഒരു ന്യൂസ് ഇട്ടത്? നിങ്ങളുടെ പ്രധാനപ്പെട്ട മെത്രാന്മാരെ പോലത്തെമാരെ ഞാൻ വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറുപടി പറയാൻ പറ്റാവുന്ന നിങ്ങളുടെ സഫർഗൻ മെത്രാൻ ഞാൻ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ഓഫീസ് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടു, എടുക്കുന്നില്ല. ഓക്കെ, വ്യക്തമായ അന്നേരം ഞങ്ങളുടെ പാർട്ടെന്ന് പറയുന്നത് ഇപ്പം ആ ഇടവകയ്ക്കോ ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ പരാമർശ വിധേയമായ ആർക്കും ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ ഞങ്ങൾ ചാനലിലൂടെ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ നൽകുകയും ചെയ്യും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ആ ഇടവകയുടെ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് തോമസ് എന്നാണ്. തോമസ്. ഞാൻ താങ്കളെ ആദ്യമായിട്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, പറയട്ടെ. ഞാൻ മിസ്റ്റർ സുനിലിനെ ഔദ്യോഗികമായിട്ട് ഞാൻ ഈ അയിരൂരിലേക്ക് ക്ഷണിക്കുക. അതിന് എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാം. വരാനുള്ള സാമ്പത്തിക സ്ഥിതിക്ക് എനിക്കുണ്ട്, കുഴപ്പമില്ല. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം താങ്കൾ ഇവിടെ വന്നൊന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം ആ സ്ത്രീയെ, ഇതാണ് എന്റെ വിശ്വാസം. എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒരു കുറിപ്പായി സഭയുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങുകളിലും പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൽ റവറൻ ജോർസി മാത്യുവിന്റെ മകൾ റേച്ചൽ ജോർജ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും പെന്തക്കോസ്തുകാരിയായ മകൾ സഭയെ അപമാനിക്കുന്നതിനു വേണ്ടി i2y ന്യൂസിന് പണം നൽകിയാണ് ഇപ്രകാരം ഒരു വ്യാജവാർത്ത സൃഷ്ടിച്ചത് എന്നുമായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്. സമാനമായ രീതിയിൽ കമൻറ്റുകൾ ഞങ്ങളുടെ വാർത്തയുടെ അടിയിൽ സംഘമായി ഇവർ പോസ്റ്റ് ചെയ്തതും ഞങ്ങൾ എടുത്ത് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്കെല്ലാം അത് വായിക്കാവുന്നതാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, സത്യമല്ലാത്ത തെളിവുകളില്ലാത്ത ഒരു വാർത്ത പോലും i2y ന്യൂസ് നൽകില്ല, ഇനി നൽകുകയുമില്ല. സത്യം വിജയിക്കുവാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും നിങ്ങൾക്കറിയാമല്ലോ. അയിരൂർ സെഹിയോൻ മാർത്തോമാ പള്ളി സെക്രട്ടറി തോമസിന്റെ ആരോപണങ്ങൾക്ക് റവറൻ ജോർസി മാത്യുവിന്റെ മകൾ റേച്ചൽ ജോർജ് മറുപടി പറയുന്നു. കേട്ടാലും. നമുക്കുണ്ടായ ആ അനുഭവം ഞങ്ങൾ ഇന്നലെ വാർത്തയായി നൽകിയിരുന്നു. അത് വന്ന ഉടൻ തന്നെ സെഹിയോൻ മാർത്തോമാ ചർച്ചിന്റെ ഇടവക ട്രസ്റ്റി എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ പറഞ്ഞു. ആ വാർത്ത പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിനോട് പറഞ്ഞു. അതിനെ തുടർന്ന് സഭയുടെ എല്ലാ ഗ്രൂപ്പുകളിലും അദ്ദേഹം എഴുതി തയ്യാറാക്കി വിട്ട ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു പരാതി പറഞ്ഞ ഈ വാർത്ത നൽകിയ നമ്മളുടെ ചുമതലയാണ് അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുക എന്നത്. അതുകൊണ്ട് ഇവർ ഈ കുറിപ്പിലൂടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ചില വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അന്നേരം അതൊന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇന്നലെ പറഞ്ഞ അച്ഛന്റെ മകൾ നൽകിയ വാർത്ത അവാസ്തവവും സത്യവിരുദ്ധവുമാണ് എന്നാണ് ഈ ട്രസ്റ്റി രേഖാമൂലം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോൺ നമ്പർ വെച്ച് അടക്കം പറഞ്ഞിരിക്കുന്നത്. അന്നേരം അത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത ഇവിടെ സഹോദരൻ CM തോമസ് ഈ അച്ഛൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മറ്റു മാർഗമോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു 10 സെന്റ് സ്ഥലം ദാനമായി എഴുതി നൽകി എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? CM തോമസ് അച്ഛന് എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു? 10 സെന്റ് മാത്രമാണോ അച്ഛന് നൽകിയത്? എന്താണ് വാസ്തവം? ഞാൻ ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അക്ഷരം പ്രതി സത്യമായിട്ടുള്ളതാണ്. ഈ തോമസ് വർഗീസ് എന്ന ട്രസ്റ്റി പറഞ്ഞതെല്ലാം തന്നെ കള്ളമാണ്. പറവേലിത്തുണ്ടിയിലെ സ്ഥലം ഫിലിപ്പോസ് മൽപ്പാൻ അച്ഛൻ, അതാണ് കുടുംബം. ഫിലിപ്പോസ് മൽപ്പാനത്തിന്റെയും വൈഫിന്റെയും സ്ഥലമാണത്. ഫിലിപ്പോസ് മൽപ്പാൻ അച്ഛന് 8 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ മകനാണ് പിന്നെ ഈ യോഹന്നാൻ തിരുമേനിയുടെ പിതാവ്. രണ്ടാമത്തെ മകനാണ് CP ഗീവർഗീസ്. CP ഗീവർഗീസിന്റെ മകനാണ് CG മാത്യു.
CG മാത്യുവിന്റെ മകനാണ് റവറൻ C. ജോർജ് മാത്യു. C. ജോർജ് മാത്യുവിന്റെ മകനാണ് ഏബ്രഹാം C. ജോർജ്. ഞങ്ങൾക്കാണ് അത് പാരമ്പര്യമായ അവകാശമുള്ളത് ആ ഭവനത്തിൽ. അതിന്റെ വില്ല് എഴുതിയത് January 9th, 1989 ഡീഡ് എഴുതിയത്, അതായത് ആധാരം എഴുതിയത് July 7, 1989. ഈ ഭവനം അച്ഛന്മാർക്കായിട്ടാണ് അത് മാറ്റി വെച്ചിരുന്നത്. യുഹാനോൻ തിരുമേനി അവിടെ താമസിച്ചിട്ടില്ല. യുഹാനോൻ തിരുമേനിയും ബ്രദറായ CM തോമസ് അച്ഛനും ആണ് അത് അന്നത്തെ അവകാശികളായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം യുഹാനോൻ തിരുമേനിയുടെ മരണസമയത്ത് തിരുമേനി ഈ സ്ഥലം മുഴുവനും ജോർജ് മാത്യു അച്ഛന് കൊടുക്കണമെന്ന് CM തോമസ് അച്ഛനോട് നിർദ്ദേശിച്ചിരുന്നു. അത് പ്രകാരം എൻ്റെ അച്ഛൻ 60-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ January 9th, 1989 വില്ലുണ്ടാക്കി CM തോമസ് അച്ഛൻ അച്ഛനെ ഏൽപ്പിച്ചു. July 7, 1989 ആധാരവും ഏൽപ്പിച്ചു. ഇത് കൊല്ലം രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോപ്പി ഒറിജിനൽ തന്നിട്ടുണ്ട്. ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ അതൊരു ഏകദേശം 3 ഏക്കറോളം ഉണ്ട്. പക്ഷെ ഇവര് പറയുന്നത് 10 സെന്റ് മാത്രമേ നൽകിയിട്ടുണ്ടെന്ന് ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇല്ല, CM തോമസത്തിന്റെ കൊച്ചമ്മ February 28, 1995 മരിച്ചു. അച്ഛൻ April 20, 2001 മരിച്ചു. കൊച്ചമ്മ മരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇവര് February 7, 1988 10 സെന്റ് സ്ഥലം ഉണ്ടാക്കി. കൊച്ചമ്മ മരിക്കുന്നതിന് കുറച്ച് മുമ്പ്, അല്ല 1988 കൊച്ചമ്മ മരിക്കുന്നത് 1995 10 സെന്റ് സ്ഥലത്തിന്റെ ഒരു ആധാരം ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കിയത് ഒപ്പിട്ടിരിക്കുന്നത് ഇവരുടെ വേലക്കാരനായിരുന്ന തേനാലിൽ TM വർഗീസിന്റെ മകൻ വർഗീസ് മാത്യുവും TM വർഗീസും കൂടെ ചേർന്നാണ്. അതുകൊണ്ടാണ് ആ ആധാരത്തിന് എന്തുമാത്രം വിലയുണ്ട്, ആരൊക്കെയാണ് ഇത് ചേർന്ന് ഉണ്ടാക്കിയത് എന്നൊരു സംശയമുണ്ട്. എൻ്റെ ഫാദറോ ആരും അവിടെ ഇല്ല ഇവരിത് ഉണ്ടാക്കുമ്പോൾ. പിന്നീട് ഇവര് February 28, 1998 കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു 17 സെന്റ് ഇവർ എഴുതിയെടുത്തു. ഈ തേനാലിൽ TM വർഗീസും അയാളുടെ മകൻ വർഗീസ് മാത്യുവും കൂടെ. അവിടെ ഇവരൊരു ഭവനം വെച്ചു. അത് ഈ KMS തൊട്ടിപ്പുറത്ത് തന്നെ. പിന്നെ ഈ 40 സെന്റ് വട്ടോലിൽ ഫിലിപ്പ് അവിടെ വന്ന മുഴുവൻ പുരയിടത്തിലും ഉണ്ടായിരുന്ന തേക്കെല്ലാം വെട്ടി വിറ്റിട്ട് പുള്ളി 40 സെന്റ് അവരുടെ 2 മക്കൾക്കായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന് തെളിവൊന്നുമില്ല. ഒരു മകൻ അത് ഇവിടെ എല്ലാം വഴക്കാണ്, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയി എന്ന് കേട്ടു. അപ്പം ഇവര് പറയുന്നത് ജോർജ് മാത്യു അച്ഛൻ മകളുടെ കൂടെ അമേരിക്കയിലേക്ക് പോയി. ആ സമയത്ത് ഇളയ മകൻ C. ജോർജ് അവിടെ ഒന്ന് താമസിക്കുകയും ഇത് കയ്യേറാൻ ശ്രമിക്കുകയാണ്. ഈ 40 സെന്റ് അടക്കമുള്ളത് കയ്യേറാൻ ശ്രമിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. പിന്നെ അതുകൂടാതെ പറയുന്നു, ഇവർക്ക് അങ്ങനെയാണെങ്കിൽ 2020 ജില്ലാ കളക്ടർ റീസർവേ നടത്തി അതിന്റെ യഥാർത്ഥ ഉടമകളായ പള്ളിക്ക് ഈ സ്ഥലം നൽകി എന്ന് ഒരു പരാമർശമുണ്ട്. അതിന്റെ വാസ്തവം എന്താണ്? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല. എനിക്കോ എന്റെ ബ്രദറിനോ അച്ഛനോ 2020 യാതൊരു രേഖകളോ നോട്ടീസുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. ഈ 2020 ഇവർക്ക് എന്ത് രേഖ വെച്ചാണ് ഇവർക്ക് സ്ഥിരീകരിച്ചു കൊടുക്കുന്നത്? ഒറിജിനൽ ഡീഡ് July 7, 1989 പിന്നീട് 1989 ശേഷം ഉണ്ടാക്കിയ എല്ലാ ആധാരങ്ങളും വ്യാജരേഖകളാണ്. ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന് ആ രേഖകൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ് ഗവൺമെന്റ് അധികാരികൾ. അതുപോലെ ഇദ്ദേഹം പറയുന്നുണ്ട്, അച്ഛന്റെ മകള് പെന്തക്കോസ്തുകാരിയാണ്, മാർത്തോമാ സഭയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. യഥാർത്ഥത്തിൽ നമ്മൾ പെന്തക്കോസ്തുകാരിയാണോ? അതുപോലെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ മാർത്തോമാ സഭയുടെ ഒരു സഹകരണം എങ്ങനെയായിരുന്നു? അവരവിടുത്തെ പ്രാർത്ഥനകളൊക്കെ നൽകിയാണോ ഇങ്ങോട്ട് വിട്ടത്? അവരുടെ സഹകരണം എങ്ങനെയായിരുന്നു? ഞാൻ പെന്തക്കോസ്തുകാരിയല്ല. ഞങ്ങൾ കുടുംബമായിട്ട് മാർത്തോമാ സഭ അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് മാർത്തോമാ സഭ വിട്ടുപോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഈ പെന്തക്കോസ്തുകാരത്തി എന്നുള്ളത് ഒരു ആക്ഷേപമാണ് ഈ തോമസ് വർഗീസ് എന്ന ട്രസ്റ്റി പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. പെന്തക്കോസ്തുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങളിൽ ആരും പെന്തക്കോസ്തു സഭയിൽ ചേർന്നിട്ടുമില്ല. ഈ ഒരു ഇത് കൊണ്ടുവരാൻ കാര്യം, അച്ഛൻ്റെ മരണസമയത്ത് ഞാൻ DSMCയെ വിളിച്ച് ഇവന്റ് മാനേജ്മെന്റ് റെക്കോർഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അവർ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഇവരെ പള്ളിയോ അവരുടെ ഹോളുകളോ പിന്നെ DSMC സർവീസോ തരത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ കോണ്ടാക്ട് ചെയ്തു. അവര് ബ്രദറൻ സഭക്കാരാണ്. അവരെ വന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തത് ഇവർക്ക് ഒരു ആക്ഷേപമായി പോയി. അവരുടെ പ്ലാനുകളും പദ്ധതികളും നടന്നില്ല. അതിനാണ് ഞാൻ പെന്തക്കോസ്തുകാരിയാണെന്നും
പിന്നെ എൻ്റെ ബ്രദർ പണം കൊടുത്തതാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം യാതൊരു അടിസ്ഥാനവുമുള്ള കാര്യങ്ങളല്ല. എബ്രഹാം പൗലോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഒന്നാം സർവീസ് അവരുടെ പള്ളിയിൽ എല്ലാം നടത്തിയാണ് നാട്ടിലോട്ട് അച്ഛൻ്റെ ബോഡി അയക്കാനായിട്ട് തീരുമാനിച്ചത്. വെർജീനിയ പള്ളിയിലെ മെമ്പേഴ്സ് എല്ലാവരും ഇതിൽ സഹകരിച്ചു. പിന്നെ അതുപോലെ മകള് അച്ഛന്റെ മൃതദേഹത്തെ അപമാനിച്ചാണ് കൊണ്ടുവന്നത്. കാപ്പ ഒക്കെ നെഞ്ചത്തെ ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു. മൃതദേഹം വളരെ അനാദരവോടുകൂടിയാണ് കൊണ്ടുവന്നതെന്നുള്ള രീതിയിലൊരു കുറിപ്പിനകത്തൊരു പരാമർശമുണ്ട്. അതിനെക്കുറിച്ച് പ്രതികരണം എന്താണ്? എൻ്റെ ഫാദർ 1957 ഓർഡിനേഷൻ എടുത്ത ആളാണ്. അന്ന് അച്ഛൻ ഇട്ട കാപ്പ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ ഇടണമെന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ ഒറിജിനൽ കാപ്പയാണ് ഇട്ടിരുന്നത്. അത് തിരുമേനി സമ്മതിച്ചു. തിരുമേനിയും 24 അച്ഛന്മാരും ചേർന്നാണ് ഇതെല്ലാം നോക്കിയതും കണ്ടതുമെല്ലാം. അങ്ങനെ ഇവിടുത്തെ സർവീസ് നടത്തി നാട്ടിൽ ബോക്സിൽ അച്ഛൻ്റെ ശരീരം കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ ഈ ജിജോ ജേക്കബ് അച്ഛൻ നിർദ്ദേശിച്ചു ഈ കാപ്പ മാറ്റി വേറെ കാപ്പ ഇടണം. അപ്പം വേറെ കാപ്പ ഇവർ കൊണ്ടുവന്ന് ഇടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പം ഞാൻ പറഞ്ഞ ഒറിജിനൽ കാപ്പ മാറ്റാൻ പാടില്ല, ചുരുട്ടിക്കൂട്ടിയതല്ല. ഇവര് അച്ഛൻ്റെ ഒറിജിനൽ കാപ്പ മാറ്റി വേറെ ഒരു കാപ്പ ഇടിയിക്കാൻ ബർന്നബാസ് തിരുമേനി നിർബന്ധിച്ചത് കൊണ്ടാണ് ഇട്ടത്. അത് ഞങ്ങൾക്ക് ഒട്ടും സമ്മതമായിരുന്നില്ല. അപ്പോൾ ഒറിജിനൽ കാപ്പ ഇവർ തന്നെയാണ്, ഈ അച്ഛന്മാരും ജിജോ ജേക്കബ് അച്ഛനും കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും കൂടെയാണ് ഊരി ചുരുട്ടി അതിൻ്റെ അകത്ത് വെച്ചത്. അവരുടെ ഇതാണ്, എനിക്ക് കാണാൻ അനുവാദമില്ല, അവർ ബോഡി സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശരീരം അപമാനിക്കാൻ ഞാൻ ഒരു തരത്തിലും സമ്മതിക്കുകയില്ല. അത് ഇവർ തന്നെയാണ് അത് ചെയ്തത്. ഈ അച്ഛൻ ജിജോ ജേക്കബ് അച്ഛൻ്റെ കള്ള പ്രസ്താവന എല്ലാവരും അറിയേണ്ടതാണ്. ഈ തോമസ് വർഗീസും അത് അച്ഛനെ അപമാനിക്കാൻ, അച്ഛൻ്റെ ശവശരീരം അപമാനിക്കാൻ ഞങ്ങൾ കുടുംബത്തിൽ ആരും അനുവദിക്കുന്നതല്ല. ഇതെല്ലാം കള്ള പ്രചാരണമാണ്. അതുപോലെ ഇവർ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സഭയും അതുപോലെ ഇടവകയും ഇവിടുത്തെ മെത്രാനും ബർണബാസ് മെത്രാനും അടക്കം എല്ലാ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും കൊടുത്തു. അവരുടെ നേതൃത്വത്തിലാണ് എല്ലാം ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ഈ 7 ദിവസം ഇതുപോലുണ്ടായ കൺഫ്യൂഷൻ ഒന്ന് ചുരുക്കി എന്ന് പറയാം? ബർണബാസ് തിരുമേനി വളരെ ഘടകവിരുദ്ധമായിട്ട് അച്ഛനെ അടക്കാതിരിക്കാനുള്ള എല്ലാ പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കി. എന്നാൽ എബ്രഹാം പൗലോസ് തിരുമേനിയും ഞാൻ തിയോഡോഷ്യസ് തിരുമേനിക്ക് എഴുതിയതുകൊണ്ട് തിരുമേനി പേഴ്സണലായിട്ട് ഇവർക്ക് ആജ്ഞാപനം കൊടുത്തു. തിരുമേനിയാണ് സഭയുടെ മേലധ്യക്ഷനെന്നും തിരുമേനിയുടെ കീഴിലുള്ള എല്ലാ സഭകളും തിരുമേനി പറയുന്നത് അനുസരിക്കണമെന്നും അതുകൊണ്ട് സെഹിയോൻ ഇടവകയും സെഹിയോൻ ഇടവകയുടെ പരിസരങ്ങളും എല്ലാം അച്ഛൻ്റെ അടക്കത്തിനായിട്ട് എല്ലാം ക്രമീകരിക്കുമെന്നും തിരുമേനി എന്നോട് പറഞ്ഞു. അതിൻ പ്രകാരമാണ് ചെയ്തത്. പിന്നീട് ഈ ബർണബാസ് തിരുമേനി സ്വന്തമായിട്ട് ഒന്നും ചെയ്തില്ല. പുള്ളി ഇത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള, അടക്കാതിരിക്കാനുള്ള പരിപാടികളാണ് ഇവര് ചെയ്തത്. ഇതിപ്പോ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ നമ്മൾ സ്വാഭാവികമായിട്ടും ഇടവകയല്ലേ സമീപിക്കുന്നത്, അതോ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണോ ആദ്യമേ പോയത്? അവർ അത്തരത്തിലുള്ള ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്തുകാളിൽ വെക്കാനാണ് അച്ഛന്റെ ബോഡി എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് നേരത്തെ ഞാൻ അറേഞ്ച് ചെയ്തിരുന്ന പ്രകാരം പൊന്നാനിയിൽ മോർച്ചറിയിലാണ് കൊണ്ടുവന്ന് വെച്ചത്. വെച്ച ശേഷം ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു, സഭയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ബർണബാസ് തിരുമേനി പറഞ്ഞത് പള്ളി തരാനൊക്കത്തില്ല. പിന്നെ ഹാളുകൾ ഞാൻ ചോദിച്ചപ്പോൾ അത് തന്നില്ല. അങ്ങനെ ഞാൻ 5 ദിവസം നടക്കേണ്ടി വന്നു. തിരുമേനിമാരാരുമില്ല പിന്നെ ശവം അടക്കാനായിട്ട് എന്ന് പറഞ്ഞു. തിരുമേനി ഡൽഹി പോവുക, ബർണബാസ് തിരുമേനി. വലിയ തിരുമേനി അവിടെ ഇല്ല, സലാലയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുമേനിക്ക് ഇമെയിലിൽ ഈ പ്രശ്നങ്ങളെല്ലാം അറിയിക്കുകയായിരുന്നു. 2-3 സർവീസ് തിയോഡോഷ്യസ് തിരുമേനിക്ക് ഞാൻ അറിയിച്ചു. അന്നേരമാണ് തിരുമേനി ഉടനെ തന്നെ മറുപടി തന്നു. തിരുമേനി ഓർഡർ ഇട്ടു, അച്ഛൻ്റെ ശവസംസ്കാരം ഭംഗിയായിട്ട് നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ സെഹിയോൻ മാർത്തോമ പള്ളിയെ ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവര് പെട്ടെന്ന് ഇതിനെല്ലാം സർവീസുകൾ നടത്താനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. മോർച്ചറിയിലേതും ആംബുലൻസും പള്ളിയിലെ ഇരിക്കാനുള്ള ചെയറുകളും കാര്യങ്ങളും എല്ലാം ഇവന്റ് മാനേജ്മെന്റുകാർ ഏറ്റെടുത്ത് മുഴുവനും അവരാണ് ചെയ്തത്. ഈവൻ കല്ലറയിൽ പന്തൽ പോലും ഇട്ടത് അവർ തന്നെയാണ്. സകല ചെലവും ഇവർ സർവീസ് നടത്തി എന്ന് മാത്രമേ ഉള്ളൂ.
അല്ലാതെ ഇവർക്ക് യാതൊരു ചെലവും അവിടെ നടന്നില്ല. പിന്നെ എന്നിട്ട് GSMC-ക്കാരെയും തിഡോഷ്യസ് തിരുമേനി തന്നെ പറഞ്ഞ് ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് ഇവന്റ് മാനേജ്മെന്റിനെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ GSMC-ക്കാരും ചെയ്തു. അങ്ങനെ 2 റെക്കോർഡിങ്സ് ആണ് അന്ന് നടന്നത്. അതുപോലെ ആ കുറിപ്പിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് സഭയെ അപമാനിക്കാൻ വേണ്ടി പണം നൽകിയാണ് പെന്തക്കോസ്തുകാരിയായ ഇദ്ദേഹത്തിന്റെ മകൾ പണം നൽകി അപമാനിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തതെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. സെഹിയോൻ മാർത്തോമ സഭയിലെ കമ്മിറ്റി മെമ്പേഴ്സ് ആണ് ഞാനൊരു പെന്തക്കോസ്തുകാരിയാണ് എന്നുള്ള പ്രചാരണം നടത്തിയിരിക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ഒരു ബ്രദർ സഭാംഗങ്ങളാണ്. അതിനാണ് അവരെന്നെ പെന്തക്കോസ്ത് കാര്യമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത്. പെന്തക്കോസ്ത് സഭയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. മാർത്തോമ സഭ വിട്ടു പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. എന്റെ ഫാദറും ഞങ്ങളുടെ ഫാമിലി ആയിട്ട് മാർത്തോമാക്കാരാണ്. അതുപോലെ പറയുന്ന മറ്റൊരു ആരോപണം കല്ലറ പൊളിച്ചു കളഞ്ഞു എന്നൊരു ഒരു പരാമർശം ഇന്നലെ നമുക്ക് നൽകിയ വാർത്തയിൽ പരാമർശിക്കുകയുണ്ടായി. ഇന്നലെ സഭയുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് കാണുവാനിടയായി ഇത് കള്ളത്തരമാണ് പറഞ്ഞത്, കല്ലറ പൊളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോ അവർ ഇടുകയുണ്ടായി. അന്നേരം എന്ത് പശ്ചാത്തലത്തിലാണത് പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞത്? ഇന്നലെ രാത്രി കോയിപ്പുറം SI രാജീവാണ് എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തത്. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ SI രാജീവാണ് അവിടെ നടന്ന സംഭവങ്ങൾ എന്നോട് പറഞ്ഞത്. ഇതിനിടയ്ക്ക് SIയുടെ ഫോൺ വാങ്ങി ഈ തോമസ് വർഗീസ് എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. അദ്ദേഹമാണ് പറഞ്ഞത് ഇടവക അംഗങ്ങൾ നിന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറ മുഴുവനും അടിച്ചു പൊളിച്ച് ആറ്റിലെറിഞ്ഞു എന്ന്. യാതൊരു തെളിവും എനിക്കില്ല. SIയുടെ മുൻപിൽ വെച്ചാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. SI രാജീവിന്റെ ഫോണിൽ കൂടെ. യെസ്, അയാൾ സ്റ്റേഷനിൽ നിന്നാണ് എന്നോട് സംസാരിച്ചത്. തോമസ് വർഗീസ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. സെഹിയോൻ പള്ളിയിലെ ഇടവക അംഗങ്ങൾ എന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറ പൊളിച്ച് ആറ്റിലെറിഞ്ഞു എന്നുള്ളത്. പിന്നീട് കോഴഞ്ചേരിയിൽ നിന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പോയി SIയെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീടാണ് എനിക്ക് പഠനം ലഭിക്കുന്നത് ഇത് അവര് കല്ലറയൊന്നും പൊളിച്ചിട്ടില്ല എന്നുള്ളത്. ഇത് കല്ലറ അച്ഛൻ സിറ്റിസൺ ആയ സ്ഥിതിക്ക് ഇന്ത്യൻ എംബസിയും അമേരിക്കൻ എംബസിയും ചേർന്ന് രേഖകൾ വാങ്ങിച്ച ശേഷമാണ് സെഹിയോൻ പള്ളിയുടെ സെമിട്രിയിൽ അടക്കിയിരിക്കുന്നത്. അത് യാതൊരു തരത്തിലും അത് പൊളിക്കാനോ എന്തെങ്കിലും ഇത് ചെയ്യാനോ ഉള്ള അവകാശം അവർക്കില്ല. ഉണ്ടെങ്കിൽ അത് കേസെടുക്കാനും തന്നെയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അതിന്റെ സ്ഥിതി വിശദീകരണങ്ങൾ എനിക്ക് തരുവാൻ ആവശ്യപ്പെട്ടത്. എൻ്റെ ഇളയ ബ്രദർ റിട്ടയർ ചെയ്ത ശേഷം അവിടെ വന്ന് താമസിക്കുകയായിരുന്നു. എല്ലാ വർഷവും ഇവനെ ഉപദ്രവിക്കും. ഇത് അവനെ അവിടുന്ന് മാറ്റാനായിട്ട് വളരെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവനെ ഇങ്ങനെ എപ്പോഴും ഉപദ്രവിക്കുന്നത് കൊണ്ട് അവൻ തന്നെ മാനസികമായിട്ട് പീഡിക്കപ്പെട്ട് ഇരിക്കുകയാണ്. ഇവനെ എന്തെങ്കിലും സൂയിസൈഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും ഇവര് പ്രകോപിപ്പിക്കുന്നത്. അത് എപ്പോഴും വന്നിങ്ങനെ മതിലിടിക്കുക, JCB കൊണ്ടുവന്ന് മുൻവശം എല്ലാം തകർക്കുക, സൈഡ് തകർത്തു. അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അന്ന് രാത്രി ഇവരുടെ മതിൽ സൈഡിലുള്ളത് പൊളിച്ചു കളഞ്ഞു. ആ മതിൽ തന്നെ അവർക്ക് പണിയാൻ അവകാശമില്ല. ഇവര് മനഃപൂർവ്വമാണ് ഒരു വഴിയുമില്ലാതെ കെട്ടിയടച്ചതുപോലെ ആക്കിയത്. എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ഓടിപ്പോകാനോ രക്ഷപ്പെടാനുള്ള മാർഗം പോലും ഇല്ല. ഈ സ്ഥലം വിട്ടുകൊടുക്കെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഇവര് ഡിമാൻഡ് ചെയ്തു. അച്ഛനെ അടക്കിയ സമയത്തും എലിയെ കൊന്നുകളയും, അവിടുന്ന് മാറിപ്പൊക്കോ എന്നും പറഞ്ഞ് ഇവര് നിരന്തര ഭീഷണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ സഭയ്ക്ക് എന്താണ് ചെയ്യാനുള്ളത്? ബർന്നബാസ് തിരുമേനിയോട് പറഞ്ഞു. ബർന്നബാസ് തിരുമേനി ഇവരുടെ കൂടെയാണ്. അവരിവിടെ നേരത്തെ ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കി. ഈ ബിൽഡിങ്സ് ഉണ്ടാക്കിയതിന്റെ എല്ലാം പെർമിഷൻ ഞങ്ങളുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ രേഖ തരണം. എങ്ങനെ ഈ ആധാരങ്ങൾ 1989 ശേഷം ഇവരുണ്ടാക്കി? അത് എത്രമാത്രം അതിന് സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് അധികാരികൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. റെവറൻഡ് CM തോമസ് അച്ഛൻ എൻ്റെ പിതാവായ റെവറൻഡ് C ജോർജ് മാത്യുവിന് എഴുതി കൊടുത്ത ഒറിജിനൽ വിൽ, ജാനുവരി 9, 1989 എഴുതിയ ഒറിജിനൽ വില്ലും ആധാരം ജൂലൈ 7, 1989 എഴുതിയതും ഒറിജിനൽ ഞങ്ങളുടെ കൈവശമുണ്ട്. എന്നാൽ അതിനുശേഷം ആരാണ് ഈ വ്യാജരേഖകൾ ഉണ്ടാക്കിയതെന്ന് കൃത്യമായി അന്വേഷണം വേണ്ടിയതും
അതിന്റെ സത്യം പുറത്ത് വരണം. അത് ലോകം മുഴുവൻ അറിയണം. അതിനാൽ അതിനുവേണ്ടി അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ സഹോദരൻ റവറൻ CM തോമസ് റവറൻ ജോർജ് സി മാത്യുവിന് വില്ലെഴുതി നൽകി. അവസാനം അത് ആധാരം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ബില്ലും ആധാരവും ജോർജ് സി മാത്യുവിൻ്റെ മകളുടെ കൈവശം ഇപ്പോൾ ഉണ്ടെന്നിരിക്കെ റവറൻ ജോർജ് സി മാത്യു പോലും അറിയാതെ ആരാണ് ആ വസ്തുവകകൾ വ്യാജപ്രമാണം ചമച്ച് വീതം വെച്ചെടുത്തത്. പരേതനായ ജോർജ് സി മാത്യുവിന് വെറും 10 സെന്റ് സ്ഥലം മാത്രമാണ് നീക്കി വെച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർത്തത് ആരാണ്? കോടികൾ വിലമതിക്കുന്ന ആ വസ്തുവകകൾ വ്യാജപ്രമാണം ചമച്ച് തട്ടിയെടുത്തത് അറിയാതിരിക്കുവാനും ആ 10 സെന്റ് സ്ഥലം കൂടി തട്ടിയെടുക്കുവാനുമാണോ അച്ഛൻ്റെ മകനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പോലീസിനെ കൊണ്ട് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് മാനസികമായി പീഡിപ്പിച്ച് സഹികെട്ട് അയാൾ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യം തെളിയിക്കുവാൻ ആ കുടുംബത്തിന് ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും, ആരൊക്കെ എതിർത്താലും. ഈ വാർത്തയിൽ അസഹിഷ്ണുത കാണിക്കുന്ന സഭാ അധികൃതരോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ഈ സഭാ വിഷയം സഭയ്ക്കുള്ളിൽ തന്നെ മാന്യമായി പരിഹരിക്കുവാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ വിഷയം പോലീസ് കേസാകുന്നതും വാർത്തയാകുന്നതും. ക്രിസ്തുവിനെ ഓർത്തെങ്കിലും ഒരല്പം കരുണ കാണിച്ചുകൂടെ? പിന്നെ വിരട്ട്, അത് മത്തായിക്ക് മലരാണ് എന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.